ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള പായസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് ആൻഡ് ബദാം കീറാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കീറൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പച്ചരി എടുക്കുന്നതിനേക്കാളും ചെറിയ അരി ഉണ്ടല്ലോ, നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന, ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അരിയാണ്. ഇതിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുക. എന്നിട്ട് കഴുകി എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ. കുതിർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വെന്ത് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് ഉടയണം. ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. പിന്നെ ഓരോ കുക്കറിലും വേവിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും വേവിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് 3 വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അതുപോലെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ടൊന്ന് വടച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതുപോലെ ഇങ്ങനെ വടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വടഞ്ഞ് കിട്ടും. അങ്ങനെ നല്ലോണം പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് വടച്ചെടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ബദാമൊക്കെ ചേർത്ത് കൊടുക്കുന്ന പിന്നീടാണ്. ആദ്യം നമുക്ക് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മളങ്ങനെ വെള്ളം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നീടും ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇനി നമ്മളിത് ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക, നന്നായി മിക്സ് ചെയ്തിട്ട്. എന്നിട്ടിത് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. നല്ലോണം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇത് അരമണിക്കൂറോളം വേവിച്ചെടുക്കുക കേട്ടോ. 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇതൊന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ബദാമും അണ്ടിപ്പരിപ്പും ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ബദാം കുതിർത്ത് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബദാം പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തിളച്ചിട്ട് ഒരു 10-20 സെക്കൻഡൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റി കളയാൻ പറ്റുന്നുണ്ട്. അരക്കപ്പ് ബദാമും 1/4 കപ്പ് അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പും. ഇത് രണ്ടും കൂടെ നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇത് അരക്കാൻ പാകത്തിന് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത്, നെയ്യൊന്നും ചേർക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൽ മിക്സ് ഇടയ്ക്കൊന്ന് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ പാലിങ്ങനെ കുറുകി വരുമ്പോൾ, ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് കുറുകി വരുമ്പോൾ, അതുപോലെ നമ്മൾ വേവിച്ചെടുത്ത അരിയാണെങ്കിലും ഒന്നും കൂടെ ഈ ഒരു പാലിൽ കടന്നിട്ട് വെന്ത് വരുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അതുപോലെ പാല് കുറുകിയെടുക്കുമ്പോൾ, ഇതുപോലെ കുറുക്കിയെടുക്കുമ്പോൾ പാല് വറ്റി വരുമ്പോൾ ആ ഒരു ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ്, പാൽക്കോവയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കുറുക്കിയെടുത്ത് ചെയ്യുന്ന സംഭവം തന്നെയാണ് മിൽക്ക് മെയ്ഡ്, അതുപോലെ പാൽക്കോവ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക. ഒരു പറ്റുമെങ്കിൽ അരമണിക്കൂർ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ എന്തായാലും വെക്കാം കേട്ടോ. ഇതിപ്പോൾ 20 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഞാൻ ഇതിലോട്ട് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 കപ്പ് ചേർത്ത് നോക്കാം കേട്ടോ. ആദ്യം പോരാ എന്നുണ്ടെങ്കിൽ പിന്നീട് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ബദാം മിക്സ് ചേർത്ത് കൊടുക്കാം.
മൊത്തത്തിൽ ഒക്കെ വടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മിക്സിയുടെ മൂടിയിലൊക്കെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് വടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ജാറാണ് കേട്ടോ ഉദ്ദേശിച്ച. ഈ ഒരു ജാറിൻ്റെ മൂടിയിലൊക്കെ ഉള്ളത് കംപ്ലീറ്റ് വടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരിച്ചിരി ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ ഈ ഒരു മിക്സീൻ്റെ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ജാറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വീണ്ടും തിളപ്പിക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാനിനി ഒരിച്ചിരി പാൽക്കോവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് ഞാൻ 20 മിനിറ്റ് മാത്രം വേവിച്ചെടുത്തത്. നിങ്ങൾ പാൽക്കോവ ചേർക്കുന്നില്ലെങ്കിൽ അരമണിക്കൂർ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ആദ്യം വേവിക്കുന്ന കൂട്ടത്തിൽ അരമണിക്കൂർ വേവിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അരമണിക്കൂർ ആക്കുക, അല്ലെങ്കിൽ 20 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. അതുപോലെ പാൽക്കോവ ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിച്ചിരി. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പോളം പാൽക്കോവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നെങ്കിൽ ഒരു 1/4 കപ്പോളം, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറവായിട്ടൊക്കെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ. ഓപ്ഷണലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ. ഇനി ഒന്നും കൂടെ ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഈ ഒരു പാൽക്കോവയൊക്കെ നല്ലോണം മിക്സായിട്ട് ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പാൽക്കോവയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു നെയ്യൊക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് നെയ്യൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് സാഫ്രോൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ടേസ്റ്റിൽ ഫ്ലേവറിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. അതുപോലെ നമുക്ക് കളറും കിട്ടും, ഒരു യെല്ലോ കളറും കിട്ടും. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റൈസ് ആൻഡ് ബദാം കീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ബദാം അതുപോലെ പിസ്ത അതൊക്കെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം തിളപ്പിക്കുന്ന സമയത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി ഇത് അരച്ച് ചേർക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു ഫ്ലേവർ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അവിൽ വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 1 കപ്പ് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അവിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തിന്നായിട്ടുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെള്ള അവിൽ. പിന്നെ അതുപോലെ ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ അവിലും കൂടെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ്, 2 പാക്കറ്റ് പാലാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടിന്ന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര 1/4 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കിസ്മിസും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഇത്രയും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു അവിൽ പായസം. അതുപോലെ അവിലൊക്കെ നമ്മൾ വറുത്തിട്ടൊക്കെ അല്ലേ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അവിലിൻ്റെ ടേസ്റ്റും, പിന്നെ ഇത് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അവിലാകുമ്പോൾ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അവിൽ പായസം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും, കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ പായസമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത്
റവ വെച്ചിട്ടുള്ളൊരു പായസമാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് തന്നെ ഈ ഒരു സെയിം പാത്രത്തിലോട്ട് തന്നെ ഒരു 1/4 കപ്പ് റവ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്യ് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾറെഡി ഇതിൽ നെയ്യ് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് ചേർത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു റവ ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയും ബാക്കി കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതുപോലെ കുറച്ച് തിക്കായി വന്നിട്ടുമുണ്ട്. ഇനി ഇതിലോട്ട് ഓൾമോസ്റ്റ് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണിത്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കസ്റ്റാർഡ് മാംഗോ പായസമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 3 കപ്പ് പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് പാലെടുത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ആദ്യം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 3 കപ്പ് പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3/4 ലിറ്റർ പാലാണ് കേട്ടോ 3 കപ്പ്. 1/2 ലിറ്റർ പാല് 2 കപ്പാണ്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ട് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നന്നായി തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു വലിയൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 കപ്പോളം മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച മാങ്ങ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ വേവിച്ച സാഗോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കുതിർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ച കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്തിട്ട് പിസ്ത അതുപോലെ കശുവണ്ടി ഒക്കെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. ഇനി ഇത് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സാഗുവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു രസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്